നാട്ടിൽ കുട്ടികൾക്ക് കളിക്കാൻ കളിക്കളമില്ല എന്നൊരു ആശങ്ക അത് പലയിടങ്ങളിലും ഉണ്ടായി. ഇപ്പോൾ പക്ഷേ ടർഫൊക്കെ വന്നു തുടങ്ങിയോടുകൂടി കുറേയൊക്കെ അത് മാറി. പക്ഷേ ടർഫല്ല, നമുക്കല്ലാത്തൊരു ഗ്രൗണ്ട്, അതിന് വേറൊരു പ്രത്യേകതയുണ്ട്. അതാ അങ്ങനെ അല്ലാത്തൊരു ഗ്രൗണ്ട് സ്വന്തമാക്കിയിരിക്കുകയാണ് നമ്മുടെ ഒരു ഗ്രാമീണ മേഖലയിലെ തൃശ്ശൂരിലെ നന്ദിപുലം എന്ന സ്ഥലത്തെ ആളുകൾ. അവരുടെ ഒരു കൂട്ടായ്മ ലക്ഷങ്ങൾ കൊടുത്താണ് ഒരു ഗ്രൗണ്ട് സ്വന്തമാക്കിയെടുക്കണം. തൃശ്ശൂർ നന്ദിപുരത്താണുള്ളത്. ഇവിടെ ഒരു നാടിൻ്റെ ആകെ സ്വപ്നം ഇവിടെ യാഥാർത്ഥ്യമായിരിക്കുകയാണ്. അതായത് ഈ നാട്ടിലെ എല്ലാവർക്കും അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ഇടങ്ങളിലുള്ള എല്ലാവർക്കും തന്നെ കളിക്കാനും അതുപോലെ തന്നെ ഒത്തുചേരാനും ഒക്കെയായി ഒരിടം. അതാണ് എല്ലാവരുടെയും ഒരു കൂട്ടായ്മയിൽ ഇവിടെ യാഥാർത്ഥ്യമായിരിക്കുന്നത്. ഇത് തൃശ്ശൂർ നന്ദിപുലത്തുകാരുടെ കൂട്ടായ്മയുടെ കഥയാണ്. നാട്ടിൽ കളിക്കളങ്ങൾ ഇല്ലാതാകുന്ന ഈ സമയത്താണ് പ്രായവ്യത്യാസമില്ലാതെ എല്ലാവർക്കുമായി ഒരു കളിക്കളം വേണമെന്ന ആശയത്തിലേക്ക് ഇവിടുത്തുകാരെത്തുന്നത്. നാട് മുഴുവൻ ഒന്നിച്ച് അങ്ങനെ ആ ലക്ഷ്യത്തിനായി കൈകോർത്തു. നമ്മുടെയൊക്കെ ചെറുപ്പം മുതലേ ഇവിടെ ഒരു കളിസ്ഥലം ഈ ഭാഗത്തൊന്നും ഇല്ല. നമ്മൾ അന്നേ തൊട്ട് നമുക്ക് ആ മനസ്സിൽ ആഗ്രഹമുണ്ട്, ഒരു കളിസ്ഥലം കുട്ടികൾ കളിക്കാൻ വേണ്ടി വാങ്ങണം, അല്ല വേണം എന്നുള്ള ആഗ്രഹമുണ്ട്. മൊബൈല് അടിമകളാണ് എല്ലാവരും, വീട്ടിലിരുന്ന് മൊബൈൽ ഫുൾ ടൈം നോക്കുക. അതുപോലെ മയക്കമരുന്നുകൾക്കും മറ്റുള്ള ലഹരികൾക്ക് അടിമകളാണ്. അപ്പോൾ അതിൽ നിന്ന് കുട്ടികളെ കൊണ്ടുവരണം എന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ, തീവ്രമായ ആഗ്രഹത്തിൻ്റെ പുറത്താണ് നമ്മൾ ഈ ഒരു കളിസ്ഥലം എന്നുള്ള ആശയത്തിലേക്ക് എത്തുന്നത്. നാട്ടിലെല്ലാവരും കഴിയുന്ന പോലെ സംഭാവന നൽകി. നാടാകെ ഒത്തുചേർന്നപ്പോൾ 53 ലക്ഷം രൂപയുടെ സ്ഥലം വാങ്ങി. ഞങ്ങളൊരു 30 ലക്ഷം രൂപ ടാർഗറ്റ് ചെയ്തിട്ട് അതിനനുബന്ധിച്ചൊരു സ്ഥലമാണ് നമ്മൾ കണ്ടുവച്ചേർന്നത്. കുട്ടികളും ഞങ്ങളെല്ലാവരും കൂടി പോയിട്ട് ആക്രി പറക്കി അങ്ങനെ കുറച്ച് ഫണ്ട് കിട്ടി. നമുക്ക് നമ്മുടെ ഒരു ഗ്രൗണ്ട് മേടിക്കാൻ ഉതകുന്ന തരത്തിലുള്ളൊരു ഫണ്ട് സമാഹരണം നമുക്ക് ഞങ്ങൾ വിചാരിച്ചതിനേക്കാൾ വേഗത്തിൽ സംഘടിപ്പിക്കാനായിട്ട് കഴിഞ്ഞു. 54 സെൻറ്റ് ഭൂമിയാണ് മൊത്തത്തിൽ ഈ നാടിൻ്റെ പൊതുഭൂമിയായിട്ട് മാറിയിട്ടുള്ളത്. കളിസ്ഥലത്തിന് പുറമെ ഇവിടെ ഒരു വായനശാല വേണം, ഇവിടെ ഒരു ഓപ്പൺ ജിം വേണം. ഇതാണ് നമ്മുടെ മനസ്സിലുള്ളത്. മിഴി സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിലാണ് സംഭാവന പിരിച്ചതും സ്ഥലം വാങ്ങിയതുമെല്ലാം. നാട്ടിലെ ഒരു ഉത്സവമായിരുന്നു ഗ്രൗണ്ടിന്റെ ഉദ്ഘാടനം. ഇപ്പോൾ ഇതൊരു കളിസ്ഥലം മാത്രമല്ല, മുതിർന്നവർക്ക് ഒത്തുചേരാൻ ഒരിടം കൂടിയാണ്. വീട്ടമ്മമാർക്കുൾപ്പെടെ എല്ലാവർക്കും സൊറ പറഞ്ഞിരിക്കാനും ഈ മൈതാനം ഒരിടമായി മാറി. അഭിമാന സന്തോഷം എന്നാണ് ആദ്യമായിട്ട് പറയേണ്ടത്. കാരണം ഒരു നാടിൻ്റെ സ്വപ്നം പോവുകയാണ് ഞാൻ. ഓരോരുത്തരും അത്രയ്ക്കും ആശ്രാന്ത പരിശ്രമം നടത്തേണ്ട ഭാഗമായിട്ട് ആദ്യമായിട്ട് ഫസ്റ്റത്തെ സ്റ്റെപ്പിൽ മാത്രമേ നമ്മൾ എത്തിയിട്ടുള്ളൂ. എല്ലാ വീടുകളിലും മക്കളൊക്കെ പുറത്താണ്, അച്ഛനമ്മമാരാണ്. അപ്പോൾ അവർക്ക് ഒരു കൂട്ടായ്മ അതൊക്കെ ഇപ്പോഴേ തന്നെ എല്ലാവരും മനസ്സിലുണ്ട്. അത് എത്രയും പെട്ടെന്ന് സഫലമാവണമെങ്കിൽ എല്ലാവരുടെയും മനസ്സുകളിൽ എല്ലാവരുടെയും സഹായം കൂടിയേ തീരും. പിന്നെ നമ്മളെ മക്കളൊക്കെ ഇങ്ങനെ കളിച്ച് രസിക്കാന്ന് പറയുന്നത് നമുക്കൊരു സന്തോഷമല്ലേ. രാവിലെയും വൈകിട്ടും കളിസ്ഥലം സജീവമാണ്. ഇനി ഇവിടെ ഒരു വായനശാല ഒരുക്കണം, ഓപ്പൺ ജിം തുടങ്ങി ഒരുപാട് പദ്ധതികൾ ആലോചനയിലുണ്ട്. എല്ലാവരും ഒന്നിച്ചു നിന്നാൽ എന്തും നേടാമെന്നതിന് ഒരു ഉദാഹരണമാണ് നന്ദിപുലത്തുകാരുടെ ഈ ഗ്രൗണ്ട്. ഓപ്പൺ ജിമ്മും വായനശാലയും ഉൾപ്പെടെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്യണം, ഒരുപാട് ആളുകൾക്ക് ഒത്തുചേരാനുള്ള ഒരു ഇടമാക്കി ഇതിനെ മാറ്റണം എന്നുൾപ്പെടെയുള്ള ഒരാഗ്രഹമാണ് ഇവിടുത്തെ നാട്ടുകാർക്കുള്ളത്. പക്ഷേ അതിനൊക്കെ ഇനിയിപ്പോൾ സർക്കാർ സഹായങ്ങൾ, പ്രത്യേകിച്ചും പഞ്ചായത്തുകളുടെയും ഒക്കെ തന്നെ സഹായങ്ങളൊക്കെ തന്നെ ലഭ്യമാവുകയാണെങ്കിൽ നമ്മൾ സ്വപ്നം കാണുന്ന ഒരിടമായി ഇവിടെ മാറും എന്നുള്ളത് ഉറപ്പാണ്. MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ. കാണുമ്പോൾ തന്നെ ഒരു കൊതി തോന്നുന്ന പോലെ അല്ലേ, ആകാശ ദൃശ്യങ്ങളൊക്കെ എന്ത് രസമുള്ള സ്ഥലമാണ്. അപ്പോൾ അവിടെ അങ്ങനെ ഒരു സ്ഥലം, വായനശാല, ഓപ്പൺ ജിം, എനിക്ക് തോന്നുന്നു ഈ തദ്ദേശ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇപ്പോൾ വോട്ട് പിടിക്കുന്ന സ്ഥാനാർത്ഥികളൊക്കെ അല്ലേ അവരോട് പറയാവുന്ന ഒരു കാര്യം കൂടിയാണ്. നല്ലൊരു ജിമ്മും വായനശാലയൊക്കെ ഞങ്ങൾക്ക് ഉണ്ടാക്കി തരണം എന്നത് നടക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ലിഷോയ്, മനോഹരമായൊരു ഒരു ഉദ്യമം, അത് പ്രായമായവർക്കും കുട്ടികൾക്കും ഒക്കെ ഒരുപോലെ പങ്കുചേരാനും കുറച്ച് വർത്തമാനം പറയാനും കളിക്കാനും ഒക്കെ ഉള്ള സ്ഥലം മറ്റ് പലയിടത്തും മാതൃകയായി മാറട്ടെ. നാട്ടുകാരെല്ലാവരും ചേർന്ന് പല വിധത്തിലുള്ള കൂട്ടായ്മകളൊക്കെ തന്നെ ഉണ്ടാകും. പക്ഷേ ഈ നന്ദിപുലത്ത് എത്തിയാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ പ്രദേശത്ത് മാത്രമല്ല, അവിടെ നിന്ന് പുറത്തു നിന്നുള്ള ഒരുപാട് ആളുകളൊക്കെ തന്നെ, ഒരുപാട് യുവാക്കളും കുട്ടികളും ഒക്കെ തന്നെ ഇവിടേക്ക് എത്തി ഈ കളിക്കളം ഉപയോഗിക്കാനായി എത്തുന്നു എന്നുള്ളതാണ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാടിൻ്റെ ഒരു സാംസ്കാരിക കൂട്ടായ്മയുടെ ഒരു ഭാഗമായി കൂടി തന്നെ ഈ ഒരു ഇടം മാറിക്കഴിഞ്ഞു. ഇനിയും ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് ഇവിടെ വരാനുണ്ട്, അത് ചെയ്യാനുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ ഒരു കൂട്ടായ്മയിലുള്ള ആളുകളൊക്കെ തന്നെ പറയുന്നത്. മാത്രമല്ല എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യം കൂടിയാണ്, അതായത് ഒരിടത്ത് എല്ലാവരും കൂടി കൂടുക, ഈ സ്ത്രീകൾക്കാണെങ്കിലും സംസാരിച്ചിരിക്കാനും അവർക്ക് ഈ ഓപ്പൺ ജിം പോലുള്ള
സംവിധാനങ്ങളൊക്കെ തന്നെ ഒരുക്കിക്കൊണ്ട് എല്ലാവർക്കും ഒത്തുചേരാനുള്ള ഒരു ഇടം, അതിനോടൊപ്പം തന്നെ ഈ മുതിർന്നവർക്ക് പ്രായമായവർക്കെല്ലാം തന്നെ ഒന്ന് സ്വറ പറഞ്ഞിരിക്കാനൊക്കെ വൈകുന്നേരങ്ങളിൽ വന്നിരിക്കാനൊക്കെ ഒരു ഇടം എന്നുള്ള ഒരു കൺസെപ്റ്റ് കൂടിയാണ് ഇവിടെ എന്തായാലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എന്തായാലും അവിടുത്തെ ആളുകളുടെ ഒരു കൂട്ടായ്മ അത് വലിയ ഒരു വിജയം തന്നെ കൈവരിച്ചിരിക്കുകയാണ്. നമുക്ക് നമ്മളുടെ കൂട്ടത്തിലുള്ള ഒരാൾ കൂടി ഇതിലൊരു പങ്കാളിയായിരുന്നു എന്നുള്ളതാണ്. നമ്മളുടെ എഡിറ്ററായ വിമലും അദ്ദേഹത്തിൻ്റെ നാട് കൂടിയാണ്. അപ്പോൾ അവരൊക്കെ കൂടി ചേർന്നുകൊണ്ടാണ് ഈ ഒരു തരത്തിലുള്ള ഒരു ഗ്രൗണ്ട് ഒരുക്കിയിരിക്കുന്നത് എന്നുള്ളത് വലിയ അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. ഇങ്ങനെയുള്ള കൂട്ടായ്മകൾ എല്ലാവരും ചേർന്നുകൊണ്ട് നടത്തുന്ന കാര്യങ്ങളൊക്കെ തന്നെ നാടിനെ, മറ്റ് നാട്ടിലുള്ള യുവാക്കളെയും മറ്റ് എല്ലാവരെയും തന്നെ നന്ദിപുലം എന്ന പേരിന് തന്നെ ഉണ്ട് ഒരു പ്രത്യേകതയും കൗതുകവും. അതേ പ്രത്യേകതയാണ് അവിടുത്തെ നാട്ടുകാരുടെ ആ ഒരു ഒരുമയിലും കാണുക. നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വയനാട്ടിൽ നിന്ന് ഇതേപോലെ ഒരു നാട്ടുകാർ ചേർന്ന് ഒരു കളിക്കളം ഉണ്ടാക്കിയതിനെ കുറിച്ചുള്ള വാർത്തയും തത്സമയ റിപ്പോർട്ടിൽ പങ്കുവച്ചാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ അങ്ങനെയുള്ള കൂട്ടായ്മകളൊക്കെ ഉണ്ടാകട്ടെ. ശരി ലിഷോയ്.